അരുൺകുമാർ. ഞാൻ പറയാം. ഒന്ന്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പോലും സ്വരാജ് എവിടെയായിരുന്നു എന്നറിയില്ല. പാർട്ടി പ്രവർത്തകർക്ക് പോലും സ്വീകാര്യനായിരുന്നില്ല. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് പോലും അറിയില്ലായിരുന്നു. അതുപോലെ നിലമ്പൂർ മണ്ഡലത്തിലും അദ്ദേഹത്തിന് ഒരു പരിചയമില്ല. അദ്ദേഹം ഇന്ന് തന്നെ റോഡ് സൈഡിൽ നിരവധി ആളുകൾ എന്നെ ആശീർവദിച്ചു എന്ന് പറഞ്ഞതിനെ വരെ കോട്ട് ചെയ്ത് താങ്കൾ വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ് നടത്തിയത്. അതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഒരു ആരോപണവും ഈ അവസരത്തിൽ ഉന്നയിക്കില്ല. നിരവധി കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലും പറയില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾ ഈ ഒച്ചപ്പാടുണ്ടാക്കേണ്ട. താങ്കളുടെ ചർച്ച നടക്കുമ്പോൾ ഒരക്ഷരം പോലും ഞാൻ ഉരിയാടിയില്ല. വളരെ സൗമ്യമായിട്ട് കേട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്ക് പിടിപെട്ടിരിക്കുന്ന ചില ധാർഷ്ട്യത്തിൻ്റെതായിട്ടുള്ള ഒരു അസുഖമുണ്ട്. ആ അസുഖം താങ്കൾ ഇവിടെ കാണിക്കേണ്ട. താങ്കൾ ഇത് കേട്ടിരിക്കെ. ഞാൻ പറഞ്ഞു, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 99 സീറ്റ് കേരളത്തിൽ LDFന് കിട്ടുമ്പോൾ സ്വരാജ് 992 വോട്ടിന് പരാജയപ്പെട്ടു. അത് താങ്കൾ പറഞ്ഞ് ശരിയാണ്. പക്ഷെ എന്താണ് സ്ഥിതി? 2016 സ്വരാജിന് കിട്ടിയ വോട്ട് 62,697 വോട്ടാണ്. 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2186 വോട്ടും കൂടുതൽ നേടി 64,883 വോട്ട് CPMന് കിട്ടി. അതായത് ആ തെരഞ്ഞെടുപ്പിൽ 2186 വോട്ട് CPMന് കൂടി. BJPക്ക് 2016 അവിടെ കിട്ടിയത് 29,843 വോട്ടാണ്. 2021 ആയപ്പോൾ BJPക്ക് 6,087 വോട്ട് കുറഞ്ഞു. ആ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് കിട്ടി. അജിംസിന്റെ വാട്സപ്പിലേക്ക് ഞാൻ 2 ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് വിജയിച്ച K ബാബു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA പറയുന്ന ലിങ്കാണ്. BJPയുടെ വോട്ട് മുഴുവൻ എനിക്ക് കിട്ടിയെന്ന് K ബാബു തന്നെ സമ്മതിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ലിങ്ക്. 2, KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു, ഈ കഴിഞ്ഞ തവണത്തെക്കാൾ എനിക്ക് 6,500 വോട്ട് കുറയാൻ കാരണം എന്റെ വോട്ട് BJPക്കാർ തന്നെ കോൺഗ്രസിന് കൊടുത്തു എന്ന് പറയുന്ന ആ വാർത്താ സമ്മേളനത്തിന്റെ ലിങ്ക്. അതായത് ജയിച്ച MLA സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറയുന്നു, എനിക്ക് BJPയുടെ വോട്ട് കൃത്യമായി ബൾക്കായിട്ട് കിട്ടി. അതുപോലെ തന്നെ വോട്ട് നഷ്ടപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു വോട്ട് നഷ്ടപ്പെട്ടു. ഈ രണ്ടുപേര് അവരവർ പറയുന്ന കാര്യമാണ്. അതിൽ കൂടുതൽ എന്താണ് സത്യം നമ്മുടെ മുന്നിൽ വേണ്ടത്? കൃത്യമായിട്ടുണ്ട്. എങ്ങനെയാണ് 2000 ശിഷ്ട വോട്ട് കൂടുതൽ നേടിയിട്ടും അവിടെ 992 വോട്ടിന് ഇവിടെ സ്വരാജ് പരാജയപ്പെടാനുണ്ടായിട്ടുള്ള കാരണമെന്ന് അതിൽ വ്യക്തമാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുന്നു മിസ്റ്റർ രാജു പി നായർ. 140 നിയമസഭാ മണ്ഡലം ഈ കേരളത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വികസനം, അതായത് 2600 കോടി രൂപയുടെ വികസനം നടന്ന ഏക മണ്ഡലം തൃപ്പൂണിത്തുറ മണ്ഡലമാണ് 2016 മുതൽ 2021 വരെ. ഓരോ വികസന പ്രവർത്തനവും കൃത്യമായി ഏത് എന്ന് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. താങ്കൾ തൃപ്പൂണിത്തുറക്കാരനാണെങ്കിൽ ഞാൻ അതിന്റെ അതിർത്തിയിലല്ലേ താമസിക്കുന്നത്, തൊട്ടടുത്ത് കോലഞ്ചേരിയിൽ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചെന്ന്. പിന്നെ വ്യക്തിപരമായി താങ്കൾ ആക്രമിച്ചോ, അതൊക്കെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിട്ടോളാം. ഇതൊക്കെ കുറെ ഞങ്ങൾ കണ്ടതാ. പിന്നെ താങ്കൾ പറയുന്നു ഇവിടെ വന്യജീവി ആക്രമണം. ആരാ ഈ വന്യജീവി നിയമം കൊണ്ടുവന്നേ? ആ വന്യജീവി നിയമം കൊണ്ടുവന്ന് അത് പിന്നെ അമെന്റ്മെന്റ് നടത്തിയതാരാ? ഇതൊക്കെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴല്ലേ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ഉൾപ്പെടുന്നതാണല്ലോ നിലമ്പൂർ മണ്ഡലം. ആ വയനാട്ടിൽ ആരാ മത്സരിച്ച്? രാഹുൽ ഗാന്ധി അല്ലേ? നിങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? വനം വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ഞാൻ തിരിച്ചു വയ്ക്കുമെന്നാ പറഞ്ഞേ. അതുപോലെ രാത്രികാല യാത്രാ നിരോധനം കർണാടകത്തിലേക്കുള്ളത് ഞാൻ പരിഹരിക്കുമെന്നാ പറഞ്ഞേ. ആ 5 കൊല്ലം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നില്ലേ രാഹുൽ ഗാന്ധി? ഒരു തവണയെങ്കിലും ഒന്ന് കൈ ഉയർത്തിയോ? ഒരു സമരം നിങ്ങൾ നടത്തിയോ? ഒരു ചെറിയ മൈക്ക് കെട്ടി റോട്ടിൽ നിന്ന് പ്രസംഗിച്ചോ? ഇല്ലല്ലോ. പാർലമെന്റിന് അകത്തും പുറത്തും വട്ടപൂജ്യമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി അതേ മുദ്രാവാക്യം എടുത്തു, ജയിച്ചു. തെരഞ്ഞെടുപ്പിൽ വോട്ടും കിട്ടി. എന്ത് ചെയ്തു നിങ്ങൾ? പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നു, ആ ഒരേ കുപ്പിയിൽ തന്നെ പുതിയ വീഞ്ഞു വന്നു. എന്താ സംഭവിച്ചത്? ഇപ്പോഴും ആ വിഷയം അങ്ങനെ നിൽക്കുക. വനമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് പരിമിതിയുണ്ട്. ആ പരിമിതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്.